ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ്. അകത്തൂടെ ഗല്ലിയിലേക്ക് കയറി പോവാം. നമ്മൾ ബാംഗ്ലൂരാണ്. കുറച്ച് ദിവസം കേരളത്തിൽ നിന്ന് വിട്ട് ഒരു 2-3 ഡേയ്സ്. അപ്പോൾ ഒന്ന് ബാംഗ്ലൂർ ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. കൂടെ നമ്മുടെ ഓസം ലൈഫിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല വീഡിയോസും കുറച്ച് നല്ല സുഖമുള്ള കാഴ്ചകളും എൻ്റർടൈൻമെൻറ്റും ഒക്കെ കാണിക്കാം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് MG റോഡിലേക്കാണ്. അറിയാലോ, ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യുന്ന ഏതൊരാളും മിസ് ചെയ്യാത്ത ഒരു പ്ലേസാണ് MG റോഡ് എന്ന് പറയുന്നത്. 1948 ശേഷമാണ് അത് MG റോഡ്, മഹാത്മാഗാന്ധി റോഡ് എന്ന് ആ പേര് റീനെയിം ചെയ്തത്. ഇപ്പോൾ MG റോഡ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരും ഉണ്ടാവില്ല. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. വെറുതെ അങ്ങ് നടന്നാൽ മതി. ഒരു 6 മണി സമയത്ത് വന്ന് താഴെ മുതൽ മോള് വരെ ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ. ആ ഒരു ലെങ്ത്തിൽ അങ്ങ് നടക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഷോപ്പിംഗ് മാൾ, പബ്ബുകൾ, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങൾ, ബ്രാൻഡഡ് തിങ്സ്, ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് MG റോഡ്. അപ്പോൾ ബാംഗ്ലൂരിലെ ആ ഒരു ലക്ഷറി സ്ട്രീറ്റിൽ നിന്നും, ആ ഒരു വൈബിൽ നിന്നും, ആ ഒരു ഹാപ്പിനെസ് റോഡിൽ നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം മാർത്തഹാലിയിൽ നിന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ക്യാബ് എടുത്ത് ഓട്ടോയാണ് എടുത്തത്. കാറ് കുറേ നേരം ബുക്ക് ചെയ്ത് കിട്ടിയില്ല, ഓട്ടോയിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ്. ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കണേ. നമുക്ക് MG റോഡിലോട്ട് പോകാം. ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് നോക്കിയത് അതിൻ്റെ കണ്ണാടി കൂടെ. ഇതാരാ അത് ആ സൈഡ് മിററിലൂടെ കാണുന്നത്? ജാനകിയല്ലേ? ഹലോ ഹലോ. മൈക്ക് പിടിക്കും നല്ല ഒച്ച കിട്ടും. എവിടേക്കാ പോണേ? ബ്രിഗേഡ് റോഡ്. ബ്രിഗേഡ് റോഡിലേക്കാ? എന്താ വാങ്ങുന്നത്? പർച്ചേസ് ഉണ്ടോ അതോ? ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞും പർച്ചേസ് ചെയ്യും. അതല്ലേ. ഫുഡോ? ഫുഡ് പാനിപൂരി, ദഹിപൂരി കഴിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് ഫുഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ? ഓക്കെ, ശരിയല്ലേ? അങ്ങനെ ജാനകി റെഡി. ഫുഡും അവിടുത്തെ അവൾക്ക് പർച്ചേസും ഫുഡുമാണ് മെയിൻ. അധികം ഫുഡൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ ദഹിപൂരി, പാനിപൂരി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വളരെ ഭംഗിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇവിടെ കിട്ടും. മെയിൻ റോഡിലെത്തിയപ്പോൾ നല്ല തിരക്കാട്ടോ. ഇന്ന് സൺഡേയും കൂടിയാണ്. അപ്പോൾ ആളുകളൊക്കെ പുറത്തിറങ്ങി. ഇന്ന് പബ്ബും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. എന്നാലും ഭയങ്കര ലൈവാണ്. ബാംഗ്ലൂർ വന്നാൽ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അടിപൊളി റോഡ് കേട്ടോ. നോക്കി, 2 സൈഡിലും മരങ്ങളുണ്ടല്ലോ. തണൽ ഇങ്ങനെ കാണിച്ചു നിൽക്കുന്ന ഒരു തണൽ കൊടുത്ത് നിൽക്കുക. 2 സൈഡും മരങ്ങൾ. അതിൻ്റെ നടുക്കൂടെ നമ്മൾ പോവാം. ഇത് ശരിക്കും റെസ്ട്രിക്റ്റഡ് ഏരിയ കേട്ടോ. ഇവിടെ ISROയുടെ ഓഫീസ്, അതുപോലെ എയർഫോഴ്സിൻ്റെ, ആർമിയുടെ ഒക്കെ ഓഫീസുണ്ട്. ആ ഒരു റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. അസാധ്യ വൈബ്. അത് ഓട്ടോറിക്ഷയിൽ ഇരുന്നുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു രക്ഷയില്ല. ഈ കാണുന്നതൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇത് എയർഫോഴ്സിൻ്റെ ഏരിയ ആണിത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അവരുടെ വിമാനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ അവരുടെ എയർപോർട്ടൊക്കെയാണ്. ബാംഗ്ലൂർ നമ്മുടെ മൈസൂർ പോലെയൊന്നുമല്ല. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആട്ടോ. മൈസൂർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ്. ഇവിടെ മൈസൂർ പാലസ്, അതുപോലെ സൂ, ദെൻ വൃന്ദാവൻ ഗാർഡൻ എന്നൊക്കെ പറയുന്നത് വേറൊരു അനുഭൂതിയാണ്. നമുക്ക് ഈ ഒരു ഫിഗർ അല്ല അവിടുന്ന് കിട്ടുന്നത്. ഇവിടെ ശരിക്കും നോർമൽ ജംഗിളല്ല, നമുക്ക് പറയാം കോൺക്രീറ്റ് ജംഗിളാണ്. നമ്മൾ കേരളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രീസും ഒക്കെ ഉള്ളൊരു ജംഗിളല്ലേ കാണാം. എൻ്റെ അമ്മോ, ഹോൺ അടിച്ച് ചെവിട് പൊട്ടിക്കുക. അതിപ്പോൾ തുടങ്ങിയൊരു സംഭവം കേട്ടോ. ഭയങ്കര പൊല്യൂട്ടഡാണ്. ഹോൺ അടിക്കുക, വെറുതെ ഹോൺ അടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ജംഗിളാണ്. പക്ഷെ അതൊരു പ്രത്യേക വൈബാട്ടോ. നമ്മൾ വെറുതെ പറയുന്നതല്ല. അതായത് ഇത്രയും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ. പണമാണല്ലോ ലോകത്ത് വലുത് എന്ന് വെച്ചാൽ, എല്ലാം പണം എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിൽ പോലും അത് തരുന്ന ഒരു സെക്യൂരിറ്റി നമുക്ക് വേറെയാണ്. അപ്പോൾ ബാംഗ്ലൂർ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീലാണ്, ആ ഒരു റിച്ച്നെസ്സിൻ്റെ ഫീലാണ് നമുക്ക് ബാംഗ്ലൂർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ബാംഗ്ലൂരിനെ എത്രത്തോളം സ്നേഹിക്കുന്നത്. ഞാനും. പുറത്ത് നല്ല മഴയാട്ടോ, കിടക്കാച്ചി മഴ. എന്താവും അവിടുത്തെ സിറ്റുവേഷൻ ഒന്നും അറിയില്ല. കാഴ്ചകളൊക്കെ കണ്ടിതാണ് MG റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അസാധ്യ മഴയായിരുന്നു. അതുകൊണ്ടാണ് നേരെ മാറ്റി പിടിച്ചിട്ട് ഒരു 3-4 ദിവസത്തേക്ക് ബാംഗ്ലൂർ വരാമെന്ന് വിചാരിച്ചത്. ഒരു പരിപാടി നടക്കുന്നില്ല. വീഡിയോ എടുക്കാൻ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ അത് മഴ. ഇനിയിപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ കുറേ ടോക്സിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഇവിടെ വന്ന്. ഇവിടെയാണെങ്കിൽ അതിലപ്പുറം മഴ. അത് ഞാനും ചെറുതായിട്ടൊക്കെ നനഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കിടില മഴ. നിങ്ങൾ ഈ കാണുന്നതാണ് ലീല പാലസ് എന്ന് പറയുന്ന ഹോട്ടൽ.
ലീല പാലസ് ഭയങ്കര ഫേമസ് ആണല്ലോ അല്ലേ. അത് ഇവിടുന്ന് നിർത്തിയെടുക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഈ മഴയത്ത് ഒരു രക്ഷയില്ല. നമുക്കൊരു ദിവസം വരാം ഇങ്ങോട്ടേക്ക്. കിടിലം വൈബാട്ടോ. ഒരു പാലസ്, ഈക്വൽ ടു പാലസ് തന്നെയാണ്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇതിനകത്ത്. പട പേടിച്ച് പന്തളത്ത് വന്നപ്പം പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞ പോലെയാണ്. ഈ വെള്ളക്കെട്ട് കണ്ടോ, എൻ്റെ ഷർട്ട് മൊത്തം വെള്ളമായി, എൻ്റെ പാൻറ്റ് മൊത്തം വെള്ളമായി. ഈ ഒരു കേരളത്തിലെ കുറേ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ബാംഗ്ലൂർ എത്തിയത്. ഇവിടെ അതിനേക്കാളും വലിയ സംഭവമാണ്. പുറത്തൂടെ വണ്ടി പോയപ്പോഴേ അതിൻ്റെ ടയർ കയറിയിട്ട് ആ വെള്ളം മൊത്തം തെറിച്ചെൻ്റെ കയ്യിൽ നോക്കിയാൽ. സന്തോഷമായി പോയി കേട്ടോ, സന്തോഷമായി. ഇവിടെ ഡ്രൈവർ നല്ല തെറി പറയാ അയാളെ. ഈ കാറുകാരനാണ് നമ്മളെ ചെളി കയറിപ്പിച്ചത്. കൊള്ളട്ടോ, ആൺകുട്ടിയാ. ഈ കാണുന്ന രണ്ട് വശവും ആർമി ഏരിയ കേട്ടോ. ആർമിക്കാരുടെ ട്രെയിനിങ് സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. ആർമി പബ്ലിക് സ്കൂളും ഒക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. ശരിക്കും മാർത്തഹള്ളിയിൽ നിന്ന് നമ്മൾ MG റോഡ് വരെ പോകുമ്പോൾ ഉള്ള റോഡില്ലേ, MG റോഡിലേക്ക് പോകുന്ന റോഡ് ഫുള്ളായിട്ട് ആർമി, എയർഫോഴ്സ്, ISRO അങ്ങനെയുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസാണ്. നിങ്ങൾക്ക് നടന്ന് കാണണം. ഈ മഴയായത് കാരണം എനിക്ക് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അതെ, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അത്യാവശ്യം സജഷനൊക്കെ ഇടണം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് ഗുഡാണെങ്കിലും ബാഡാണെങ്കിലും അതിൻ്റെ ഇതൊക്കെ ഇടണം, കമൻറ്റൊക്കെ ഇടണം. എങ്കിൽ മാത്രമേ നമുക്കത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥലം നിങ്ങൾക്ക് കാണേണ്ടതായിട്ടുണ്ടോ? ഇപ്പോൾ ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സ്ഥലം എടുത്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നന്നാവും, അങ്ങനെയൊക്കെയുള്ള സജഷൻസൊക്കെ അപ്രീഷിയേറ്റബിളാണ്, അക്സെപ്റ്റബിളാണ്. അപ്പം തീർച്ചയായിട്ടും അത് ചെയ്യണം. നമ്മുടെ ആളുകൾ ആരും ചെയ്യുന്നില്ല. എപ്പോഴും ഇങ്ങനെ ചൂരൽമലയും അവിടുത്തെ സാഡായിട്ടുള്ള അവസ്ഥയും മാത്രമാണ് ഇടുമ്പം കുറേ വ്യൂവേഴ്സ് ഇങ്ങനെ തള്ളിക്കയറി വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാഡിസ്റ്റ് മൈൻഡിലേക്ക് പോകരുത്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളങ്ങനെ ബ്രിഗേഡ് എത്തി. ബ്രിഗേഡുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ബ്രിഗേഡ് റോഡിൻ്റെ സ്റ്റാർട്ടിങ്. അത്യാവശ്യം തിരക്കുകൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഈവനിങ് ആകുമ്പോഴാണ് തിരക്കുകൾ വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ ബ്രിഗേഡായി. അതുപോലെ തന്നെ ഇതാ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ലോക്കലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. ഇതിനകത്തൂടെ ഗല്ലിയിലേക്ക് കയറി പോവാം. ദേ സ്ട്രീറ്റ് കാണുന്ന ആ സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഇതാണ് ബ്രിഗേഡ് റോഡ് എന്ന് പറയുന്നത്. അങ്ങോട്ടൊരു 1/2 കിലോമീറ്ററിന് മുകളിൽ ഉണ്ട്. ഒരുപാട് റിച്ച് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ നമുക്കിതിനകത്ത് കാണാം. പഞ്ചലോക വിഗ്രഹമൊന്നുമല്ല, ഓടിൽ തീർത്താൽ തോന്നുന്നു. വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ളവർക്ക് വാങ്ങാം അലങ്കാര വസ്തുവായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ബ്രിഗേഡ് റോഡിലെ കാഴ്ചകളൊക്കെ ആട്ടോ കാണുന്നത്. ഒന്നുകൂടെ വൈഡാക്കി കാണിച്ചു തരാം. ഈ താഴേക്കുള്ളത് ഒരുപാട് ഷോപ്പുകളാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള അൺബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. അതുപോലെ ഫസ്റ്റ് കോപ്പിയൊക്കെ കിട്ടുന്ന സാധനമാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ നിൽക്കുന്നു, ആളുകളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട്. ജാനകി പോണോ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ? എന്നാൽ ചെല്ല്, ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് വാ, ഞാൻ എടുക്കാം. ജാനകി ഇപ്പം അതിൻ്റെ കൂടെ നിന്നൊരു വീഡിയോ എടുക്കണം. അപ്പം ഓഹോ, കൊള്ളാലോ. കളറ് മാച്ചാണല്ലോ രണ്ടുപേരുടെയും. ഹായ്. ഈ സ്ട്രീറ്റ് ഫുള്ള് പബ്ബാട്ടോ. ആ കാണുന്നത് ഫുള്ള് പബ്ബാണ്. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഞാനും ജാനകിയും കൂടെ അതെങ്ങനെ ഏത് റോഡാ? ബ്രിഗേഡ് റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. കുറച്ചുകൂടെ കഴിയണം അല്ലേ? എത്ര സമയം കാണണമെങ്കിൽ? 7 o'clock. 7 o'clock. അതാണ് ജാനിക്കറിയാമല്ല. 7 o'clock ഇതിനകത്ത് കാണാൻ പറ്റില്ല. ലൈറ്റൊക്കെ ഇടുമ്പോൾ ഒരു വൈബ് വേറെയാണ്. പിന്നെ നമ്മൾ ആളുകളിൽ നിന്ന് എടുക്കുന്ന അത്ര ശരിയല്ല. കുറേ പ്രൈവസി ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കാണാം. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമോ? ആദ്യം എന്താ കഴിക്കുക? ആദ്യം പാനിപ്പൂരി, പിന്നെ ദഹിപൂരി. അപ്പം അങ്ങനെയാണെങ്കിൽ പാനിപ്പൂരിയും ദഹിപൂരിയും നമുക്ക് ഇവിടെ എവിടെ കിട്ടുക നോക്കാം. നമ്മളിവിടെ പബ്ബിൻ്റെ സ്ട്രീറ്റിലാട്ടോ. ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, പൊളി വൈബ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MG റോഡിലെ ബ്രിഗേഡ് റോഡിലാണ്. 1948 ഈ റോഡിന് ആ പേര് റീനെയിം ചെയ്ത്. ഇതിനു മുമ്പ് സൗത്ത് പരേഡ് എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ആർമിയുടെ പരേഡ് നടക്കുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു. അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്.
MG റോഡിൻ്റെ അല്ലെങ്കിൽ ബ്രിഗേഡ് റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഇതിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ബ്രിഗേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സറൗണ്ട് ചെയ്ത് നോക്കിയാൽ തന്നെ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. ട്രാഫിക്കും അതുപോലെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ എക്സാക്റ്റ് നമ്മൾ പോകാൻ പോകുന്ന നമ്മൾ കണ്ട ആ റോഡ്. ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീലാട്ടോ. ഇവിടുത്തെ ഒരു കൾച്ചറും അങ്ങനെയാണ്. അതുപോലെ ആളുകളുടെ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും ഇവിടെ വരുന്ന ആളുകളാണെങ്കിലും ആ ഒരു മൈൻഡോട് കൂടി തന്നെയാണ് വരുന്നത്. കുറേ പബ്ബും ലക്ഷറി പർച്ചേസിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെന്താ പറയുക, പിന്നെ നമുക്കിങ്ങനെ ഹാങ് ഔട്ട് ചെയ്ത് പോവാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ സാധിക്കും. അതുപോലെ ബ്രാൻഡഡ് ആണ്, വളരെ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബ്രിഗേഡ് റോഡ്. ബാംഗ്ലൂർ വരുന്ന ഒരാൾ പോലും മിസ്സാക്കാത്ത ഒരു റോഡാട്ടോ ബ്രിഗേഡ്. വെറുതെ ഇവിടെ നിന്നാൽ തന്നെ നമുക്കൊരു വേറൊരു ഫീൽ. അതിപ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നൊന്നും അറിയില്ല. അറൗണ്ട് 6:30 സമയമായി. പതുക്കെ ലൈറ്റൊക്കെ അപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വൈബ് തന്നെ, ആ റോഡിൻ്റെ വൈബ് തന്നെ മാറി. ഇനി അങ്ങോട്ട് പബ്ബിൻ്റെ മേളാങ്കമാണ്. ബിൽഡിംഗ് ഒക്കെ നോക്കി. അതുപോലെ ഇത് ഒരു ട്രാൻസിറ്റ് റോഡായതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ വളരെ ഭംഗിയായിട്ട് തന്നെ ട്രാഫിക് അവർ ക്രമീകരിക്കുന്നുണ്ട്. പോലീസൊക്കെ നല്ല ഹെവി പ്രൊട്ടക്ഷനാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ ഒരു ഓൺ കോളിൽ തന്നെ അല്ലെങ്കിൽ അവിടെ തന്നെ സജ്ജമാണ് അവരുടെ ആ ടീമൊക്കെ. ബാംഗ്ലൂരിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്ലേസ് എന്ന് തന്നെ പറയാം. ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യുന്ന ആളുകൾ മസ്റ്റായിട്ടും വന്നു പോകേണ്ട ഒരു ഏരിയയാണ് ബ്രിഗേഡ്. അപ്പം ഞാൻ കൂടുതൽ ഇവിടെ നിന്ന് എടുത്ത് കാണിക്കുന്നില്ല, കാരണം കുറേ പ്രൈവസി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഒരു പബ്ബാണ്. അതുപോലെ തന്നെ സൈഡിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കഴിക്കാം. ഇത് നമ്മുടെ കടല, അത് പുഴുങ്ങി വെച്ചിരിക്കുന്ന, നമുക്കങ്ങനെ തോട് പൊളിച്ച് കഴിക്കാം. ഇത് സ്വീറ്റ് കോണാണ്. അത് അവരവിടെ നിന്ന് തന്നെ അത് കുക്ക് ചെയ്ത് തരുന്നുണ്ട്. കനലിൽ ചുട്ടിട്ട് അതിൽ നാരങ്ങയും മുളകും ഉപ്പും കൂടെ ചേർത്തൊരു സംഭവം കിട്ടിയിരിക്കും. നല്ല ഹെവി ടേസ്റ്റാണ് കഴിക്കാൻ. അത് പ്രത്യേകിച്ച് ഈ ഒരു തണുത്ത കാറ്റടിക്കുമ്പോൾ, ഈ ഒരു വൈകുന്നേരം ചെറിയ മഴ പെയ്യുന്ന ഈ ഒരു സമയത്ത് അത് ചൂടോടെ കഴിക്കുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ, അതൊരു രക്ഷയില്ല. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത 2 സ്വീറ്റ് കോണാണ് അവർ റെഡിയാക്കുന്നത്. കുറച്ചിപ്പുറത്തായിട്ട് മാങ്ങ മുളകൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നു. ഇത് ഓലോലിക്ക എന്ന് പറയും, അരിനെല്ലിക്ക എന്ന് പറയും. ഇത് പപ്പായ, അറിയാലോ. ഇങ്ങനെ ഫ്രൂട്ട്സും സ്വീറ്റ് കോണാണ്. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. നല്ല മാങ്ങ, പച്ചമാങ്ങയാണ്. ഇത് മുറിച്ച് അതിനകത്ത് ഉപ്പും മുളകും ഒക്കെ തേച്ച് തരും. അങ്ങനെ ഇതൊക്കെ ലോക്കലായിട്ടുള്ള ഫുഡ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. നമ്മുടെ സ്വീറ്റ് കോൺ റെഡി. ഈ ഒരു കാറ്റും ആ തണുപ്പും അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാനങ്ങനെ സ്വീറ്റ് കോൺ കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ബാംഗ്ലൂർ വൺസ് ഇൻ എ മന്ത് ഒന്ന് വിസിറ്റ് ചെയ്ത് പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ സജഷൻ. നമ്മളങ്ങനെ തിരിച്ച് പോവുകയാണ്. അവിടുന്ന് കൂടുതൽ ആളുകളുടെ മുഖമൊന്നും പെടാണ്ടിരിക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് എടുക്കാത്തത്. പോകുന്ന വഴിക്കുള്ളൊരു ബിൽഡിങ്ങാണ്. നമ്മൾ മലേഷ്യ, സിംഗപ്പൂരൊക്കെ കാഴ്ചകൾ കാണുമ്പോൾ ആ സമയത്തെ കണ്ടിട്ടില്ല, അതേപോലത്തെ ഒരു ബിൽഡിങ്. എനിക്ക് ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ക്യാമറ എടുക്കുകയാണ്. സോ വി ബാക്ക് ടു മാർത്തഹള്ളി, നമ്മുടെ പ്ലേസിലേക്ക്. വിൽ കണ്ടിന്യൂ awesome life.